വീണ്ടും പ്രാർത്ഥിക്കണം, വീണ്ടും ദൈവത്തെ ആരാധിക്കണം, വീണ്ടും ശുശ്രൂഷയിൽ പങ്കെടുക്കണം, വീണ്ടും വചനം കേൾക്കണം. അപ്പോൾ നിനക്ക് ദൈവം ഒരിടം തരും വളരാൻ, ഒരു അനുഗ്രഹം തരും നിന്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക്. പ്രാർത്ഥിക്കാൻ പോവാണ് പ്രിയപ്പെട്ടവരെ. ഒക്ടോബർ മാസത്തെ 1-ാം തീയതി മുതലുള്ള നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ ഈ കിണറുമായി അതിനെ താരതമ്യം ചെയ്യുവാണ്. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, ആ വചനത്തിൽ നിന്ന് നമ്മൾ അനുഗ്രഹത്തെ കോരിയെടുക്കുന്നത്, നമ്മുടെ എല്ലാ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്ക് അത് അനുഗ്രഹമായി, വളർച്ചയായി, വിടുതലായി, സൗഖ്യമായി, അഭിവൃദ്ധിയായി, നന്മയായി, മാനസാന്തരമായി, പാപബോധമായി, പശ്ചാത്താപമായി ഒക്കെ അത് മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. മണ്ണിട്ട് മൂടുന്നവരുണ്ടാകാം, പക്ഷെ അവരോട് വഴക്കിനും അവരോട് ദേഷ്യത്തിനും പോകണ്ട. വീണ്ടും കുഴിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ അത് മൂടിപ്പോകും, അവിടെ കിടക്കട്ടെ എന്ന് വയ്ക്കില്ല. വീണ്ടും പ്രാർത്ഥിക്കണം. ഈ നിയോഗ പ്രാർത്ഥന വെറുതെ സാധാരണ പോലെ പ്രസംഗിക്കുകയല്ല. ഈ പ്രാവശ്യം